നാരിയ സ്വലാത്തിൽ ശിർക്കില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ വാദമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതുകൊണ്ടാണ് ഇപ്പൊ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി കുറച്ചു കാലം ജിന്നൂരിന്നൊക്കെ വിളിച്ചു നോക്കി, അത് വിലപ്പോയില്ല. ഇനി എന്താ കിട്ടാൻ തിരഞ്ഞെടുക്കുക. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു നാരിയ സ്വലാത്ത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നടക്കുക. എവിടെ വല്ല ചർച്ചയുണ്ടോ നോക്കുക. അങ്ങനെയാണ് എവിടെ ഏതോ ഒരാളിങ്ങനെ ഒരു ഫോൺ ചെയ്തപ്പോൾ നാരിയ സ്വലാത്തിനെ പറ്റി എന്തോ ഒരു വർത്താനം കേട്ടു, അത് കിട്ടി നമുക്ക് വലിയ കിട്ടല, അതും കൊണ്ട് പിന്നെ ഇറങ്ങി. നാരിയ സ്വലാത്ത് നേരത്തെ വിശദീകരിച്ചു. നമ്മുടെ നിലപാട് വളരെ കൃത്യമാണ്. ഞാനിപ്പോഴും ഓർക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് ഈ പ്രസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രസിദ്ധീകരണമായി അൽ-ഇസ്ലാഹി മാസികയിൽ ഒന്നാമത്തെ ലേഖനം ഞാൻ എഴുതിയത് നാരിയ സ്വലാത്തിനെ പറ്റിയാണ്. എൻ്റെ ഒന്നാമത്തെ ലേഖനം ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഞാൻ ആദ്യം എഴുതിയ ലേഖനം ഇല്ലാത്ത സ്വലാത്തിൻ്റെ വല്ലാത്ത പോരിശ എന്ന ഹെഡിങ്ങിൽ അന്ന് എഴുതിയ ലേഖനത്തിൽ നാരിയ സ്വലാത്തിനെ പറ്റി വിശദമായി പരാമർശിച്ചു. അവിടുന്ന് ഒരു മാറ്റം, ഒരു ഇഞ്ച് പോലും നമുക്ക് മാറ്റില്ല. നാരിയ സ്വലാത്ത് ശുദ്ധമായ ശിർക്ക് തന്നെ, ഒരു സംശയവുമില്ല. ശുദ്ധമായ ശിർക്ക്. അള്ളാഹുവിൻ്റെ പല വിശേഷണങ്ങളും നബിക്ക് വകവെച്ചു കൊടുക്കുന്നു. കെട്ടിക്കുടുക്ക് ഒഴിവാക്കുക, ബുദ്ധിമുട്ട് ഒഴിവാക്കുക, ആഗ്രഹം സഫലീകരിക്കുക, അതേപോലെ ആഗ്രഹങ്ങൾ നിറവേറുക തുടങ്ങിയ വിശേഷണങ്ങൾ റബ്ബിലേക്ക് ചേർക്കേണ്ടത് നബിയിലേക്ക് ചേർത്ത് വെക്കുന്നു. കഴിഞ്ഞ മംഗലാപുരം സംവാദത്തിൽ സമസ്തക്കാരായ മുസ്ലിയാക്കന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ചൊല്ലുന്ന നാരിയ സ്വലാത്ത് ശുദ്ധമായ ശിർക്കാണ്. കാരണം നബി കേൾക്കുമെന്നും നബി അറിയുമെന്നും നബി സഹായിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഈ നാരിയ സ്വലാത്ത് ശിർക്ക് തന്നെ എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല, ഇല്ല ഞങ്ങളെ വിശ്വാസം അതല്ല എന്ന് പറഞ്ഞില്ല. അത് നമുക്കൊരു ആശങ്കയില്ല. സക്കറിയ സ്വലായിക്കും വലിയ അഭിപ്രായ വ്യത്യാസമില്ല, ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ അത് മറ്റു പല അർത്ഥത്തിലും അർത്ഥം വെക്കാം, ശരിയാണ്. അത് ഏതിനും വെക്കാലോ, ഒരാൾ ഫാത്തിഹ ഓതി അയാളുടെ ഉദ്ദേശം എന്താ? ഞാൻ ഈ ഫാത്തിഹ ഓതുന്നത് അല്ലാഹു റസൂൽ കേൾക്കും, റസൂൽ അറിയും, റസൂലിന് കൂലി തരും എന്നാണെങ്കിലോ ആ ഫാത്തിഹ ഓതലും ശിർക്കാണ്. ഓനാ ഫാത്തിഹ ഓതിയതും ശിർക്കാ. അപ്പൊ എങ്ങനെ അർത്ഥം വെക്കാം? അല്ലാത്ത പോലത്തെ അർത്ഥം വെച്ചാലോ സ്വാഭാവികമായിട്ടും അർത്ഥത്തിൽ തകരാറില്ല എന്ന് പറയേണ്ടി വരും. അത് നൂറുദ്ദീൻ അബ്ബാദാരിയെ ഫോൺ ചെയ്ത് വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനത്തെ അർത്ഥമാണോ? അതിന് കുഴപ്പമില്ല. എന്നാൽ ഈ അർത്ഥം സുന്നിയാക്കുള്ളത് അത് തകരാറാണ്, പ്രശ്നമാണ്, നരകത്തിക്കുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? 2010. ഇപ്പോഴല്ല, 2010 ലബ്ബാദാരിമി പറഞ്ഞു. അന്ന് ലബ്ബാദാരിമി വിളിച്ചത് ജിഷാൻ മാഹി എന്ന് പറയുന്ന ഇപ്പോൾ മുടിക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വിവാദത്തിക്കുന്ന മനുഷ്യനാണ്. ജിഷാൻ മാഹി എപ്പോൾ എല്ലാവർക്കും അറിയാം. കാന്തപുരം മുതൽ ബോംബെയിൽ നിന്ന് ഏതോ ഒരു മുടിക്കെട്ടുമായി വന്നു. ആദ്യം ഒന്ന് കൊടുന്നു, അത് അത്ര ഡൗട്ടായില്ല. രണ്ടാമത് വേറെ കെട്ടുമായി വന്നു. പക്ഷെ ഒരു ചെറിയ പണിയെടുത്തു. മൂപ്പര് ബോംബെയിൽ ആദ്യം അബുദാബിയിൽ കയറ്റി അയച്ചു. ഒരു കെട്ടൊന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടുന്ന് 2 മുടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു കെട്ട് ബോംബെയിൽ ആദ്യം അബുദാബിയിൽ 2 ഇങ്ങോട്ട്. അങ്ങനെ അതുമായി വന്ന് നാട് നീളെ മസ്ജിദുൽ ആസാറും അതേപോലെ തിരുകേശത്തിന് ഉത്തമ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ച് കോടാനുകോടി രൂപ തട്ടിയെടുത്ത് അതിലൂടെ തടിച്ചു കൊഴുത്ത കാന്തപുരം മുസ്ലിയാർ. അപ്പൊ അന്നേ ഇവരൊക്കെ ഫോൺ ചെയ്ത് ക്ലിപ്പുണ്ടാക്കണ പണിയാ ഈ ജിഷാൻ മാഹി എന്ന് പറഞ്ഞ AP സുന്നിക്ക്. നല്ല AP ഭക്തനാ. ഓൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഖത്തറിൽ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ റൂമിൽ ഒരു കുപ്പി ഈ വെള്ളമുണ്ട്. ഏത്? ഈ ബോംബെയിലെ പെണ്ണിൻ്റെ മുടി മുക്കിയ വെള്ളം. അതൊരു കുപ്പി എൻ്റെ റൂമിലുണ്ട്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ ആ കുപ്പിയെടുത്ത് ആ കുപ്പിയെ മുത്തം വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകാറുള്ളത്. സംഗതി മറ്റേ മുസ്ലിയാർ ഇവരൊക്കെ പട കുപ്പിയിലാക്കുക എന്നുള്ളത് ഓർക്ക് അന്ന് മനസ്സിലായില്ലാന്ന് മാത്രം. ആ ജിഷാന് പൊന്മള മുസ്ലിയാരും അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും അടക്കമുള്ള മുസ്ലിയാക്കന്മാരൊന്നും മുടിയെപ്പറ്റി എവിടെയും പ്രസംഗിച്ച് കേൾക്കുന്നില്ല. അപ്പോൾ ഓന് സംശയം, എന്താ അപ്പോൾ ഇവരാരും മിണ്ടാത്തത്? എല്ലായിടത്തും പേരോട് മുസ്ലിയാരും ഒരു നൗസാദും ഇവർ 2-3 ആൾക്കാരേ ഉള്ളൂ. മറ്റോലെന്താ മുടിനെപ്പറ്റി പറയാത്തത്? അപ്പോൾ വിളിച്ചു നോക്കിയില്ല, ഉസ്താദ് എന്താ അപ്പോൾ ഇതിൻ്റെ വസ്തുത? അപ്പോൾ മൂപ്പർക്ക് തോന്നി ഉസ്താദിന് വലിയ വിശ്വാസമൊന്നുമില്ല, ഉസ്താദന്മാർക്ക് ആർക്കും മുടി വിശ്വാസമില്ല എന്ന് തോന്നി. ഇപ്പോഴാ ഏലംകുളം സഖാഫിന്റെ പുതിയ വെളിപ്പെടുത്തല്, നെല്ലിക്കുത്ത് ഉസ്താദിനും ആ മുടി വിശ്വാസം ഇല്ലായിരുന്നു. ഒരു മരിച്ചു പോയി, ഇപ്പൊ ചോദിക്കാൻ നിവൃത്തില്ല. ഏതായിരുന്നാലും ആ ജിഷാൻ മാഹി അയാളാണ്. അയാൾക്ക് പണി നമ്മളെല്ലാവരും വിളിക്കണം, എല്ലാവരും ഞങ്ങളൊക്കെ സ്ഥിരം വിളിക്കലുണ്ട്. വിളിച്ച് അതൊക്കെ റെക്കോർഡ് ചെയ്യാം, എല്ലാം അവിടെ എടുത്ത് വെക്കുക. എവിടെയാണോ ഇടാൻ പറ്റും ചാൻസ് ഇട്ടാൽ അവിടെ കൊണ്ടുപോയി ഇടുക.
അതാണ് ഓൻ്റെ പണി. എല്ലാവരും വിളിക്കും, ഏപ്പിനും ടീപ്പിനും ഒക്കെ വിളിക്കുന്നുണ്ട്. പ്രായമായി രോഗിയായി കിടക്കുന്ന പണ്ഡിതന്മാരെ പോലും വിളിച്ച് ശല്യപ്പെടുത്തി കരുവള്ളിയെ വിളിച്ച് ഓൻ ക്ലിപ്പാക്കിയിട്ടുണ്ട്. അബ്ദുലക്കസുലമെ വിളിച്ചിട്ട് ഓൻ ക്ലിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അത്ര രോഗികളായി പ്രയാസപ്പെടുന്നതിനെ പോലും വിളിച്ച് ശല്യപ്പെടുത്തി ക്ലിപ്പുണ്ടാക്കണ മനസ്സിലാവും. അത് ഓനെ തിരുനോയ്ക്ക് സംഗതി മനസ്സിലാവും. അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ആദ്യം അറിയാം ഓൻ്റെ എല്ലാ സ്വഭാവം. അതുകൊണ്ട് ജബ്ബാർ മൗലിനെ ക്ലിപ്പ് ഓനെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഓർക്ക് വിളിച്ച ജബ്ബാർ മൗലിയെ ഉസ്താദെ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചതാണ്. ഇപ്പം പിന്നെ ഒച്ച കേട്ടപ്പോൾ തന്നെ മൂപ്പർക്ക് മനസ്സിലായത് ഓനാണ്. അപ്പോൾ ജബ്ബാർ മൗലി പറഞ്ഞു, എടാ കുഞ്ഞോ ഞാൻ പണ്ഡിതനല്ലല്ലോ എന്നോട് സംശയം ചോദിക്കാൻ. നിങ്ങൾ പണ്ഡിതനല്ല? അല്ല ഞാൻ പണ്ഡിതനല്ല. നിങ്ങൾ കുറേ ബുക്ക് എഴുതിയ ആളാണല്ലോ. അപ്പം മൂപ്പര് മറുപടി, ബുക്ക് ഇപ്പോൾ ആർക്കും എഴുതിക്കൂടാ, അതിനിപ്പോൾ ആലിമാകേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അല്ല നിങ്ങൾ സംവാദത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഞാൻ കേട്ട് പഠിക്കാൻ പോണതാണ്. അല്ല സ്റ്റേജമ്മ കാണല്ലോ. സ്റ്റേജമ്മ ഇതാ നല്ലോണം കേൾക്കുക, അതുകൊണ്ടാണ് സ്റ്റേജമ്മ ഇരിക്കണത്. എന്തായാലും മൂപ്പയ്ക്ക് വിവരണ്ട് സമ്മതിച്ചെങ്കിലേ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. അത് മൂപ്പര് സമ്മതിക്കൂല. അവസാനം ഫോണ് വെച്ച് പോകേണ്ടിരുന്നു. അതാണ് ജിഷാമാഹി. അപ്പോൾ ഓനാ കൂട്ടത്തിൽ പൊരുമ്പളക്കും വിളിച്ചു, പേരോടിനും വിളിച്ചു, കാന്തപുരത്തിനും വിളിച്ചു, നൗഷാദിനും വിളിച്ചു, എല്ലാവരും വിളിച്ച് എല്ലാം കളിപ്പാക്കി. എന്നപ്പോൾ 2010 ഡബ്ബാദാരിമിക്കും വിളിച്ചു. മൂപ്പട് ചോദിച്ചു, എന്താ ഉസ്താദ് സുഖമല്ലേ, ആരോഗ്യമൊക്കെ എങ്ങനെ ഉണ്ട്, വല്ല അസുഖപ്പെടുണ്ടോ, മരുന്നുണ്ടോ, ചികിത്സ ഉണ്ടോ ഒക്കെ ചോദിച്ചു. അങ്ങനെ തുടങ്ങുമ്പോൾ ആദ്യം നല്ലൊരു ഫിഖിന്റെ മസലൊക്കെ ചോദിക്കും. ഉദൂവിനെ പറ്റോ കുളിനെ പറ്റോ ഒക്കെ ചോദിച്ച് നല്ല നമ്മളെ ആളൊക്കെ ആയി. എന്നിട്ടാണ് പിന്നെ മെല്ലെ 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 മറ്റേ വിഷയത്തേക്ക് പോവുക. അങ്ങനെയൊക്കെ ചോദിച്ചറിഞ്ഞ് എല്ലാ അന്വേഷണമൊക്കെ നടത്തി എനിക്ക് ചെറിയ സംശയം ചോദിക്കാണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഉദൂവിൻ്റെ മസാല ചോദിച്ചു. അപ്പം അത് മൂപ്പര് പറഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അല്ല ഉസ്താദ് ഈ നാരി അസ്ലാത്തിനെ പറ്റി എന്താ ഇപ്പോൾ പറയാനുള്ളത്? അപ്പം മൂപ്പര് നമ്മൾ പുറത്തേക്കുന്നൊരു അത് ബിദ്അത്താണ്, ദലാലത്താണ്, നരകത്തുകളാണ്. കാരണം ഒരുപാട് സവിശേഷത ഖുറാഫികൾ അതിന് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കുറ്റകരമാണ്, സംശയമൊന്നുമില്ല. അല്ല ഉസ്താദ് ശിർക്കുണ്ടോ? അങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ച് ഇതിനർത്ഥം അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു അതിൻ്റെ പദങ്ങളിൽ ശിർക്കില്ല, പക്ഷെ ഇവിടെ കൊണ്ടെടുക്കുന്ന ഈ രൂപത്തിലാണ്, മറ്റേ കോലത്തെ അർത്ഥം വെച്ചാൽ ശിർക്ക് വരാൻ പറ്റൂല എന്ന് മൂപ്പര് പറഞ്ഞു. അത് ഓൻ അവിടെ എടുത്തു വെച്ചു. 2010 3 കൊല്ലം മുമ്പ്. ഇതിപ്പം ഉണ്ടായതല്ല. അങ്ങനെ ഇപ്പം ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി. ഈ ജിന്നും ഇതൊക്കെ പാട് ഇറങ്ങി, നമ്മളൊക്കെ പാടെ ഇറക്കി വിട്ട ജിന്ന് മറ്റു മനുഷ്യന്മാരെ മേത്തും പോയി കയറി. അങ്ങനെ ഓലൊക്കെപ്പാട് അതും കൊണ്ട് ഇറങ്ങി കളിക്കുമ്പോഴാണ് ഇപ്പം മനസ്സിലാക്കിയത് ഇപ്പം നമുക്ക് പറ്റിയ ചാൻസാണ്. കാരണം മടവിലാൾ പണ്ട് പറഞ്ഞു ഇവര് ഖുറാഫാത്ത് കൊണ്ടുപോവാണ്. ഇപ്പം ഇവരും പറഞ്ഞു നവയാഥാസ്ഥികത്താണ്. എന്നാൽ അതിനിടയ്ക്ക് ഇതാണ് ഇട്ടുകൊടുത്ത എന്തായി? ഇപ്പം കണ്ടോ ഞായറാത്തും കുഴപ്പമില്ല എന്നാ പറയണത് എന്ന് കൂട്ടി വായിച്ചോടും. അതിനു വേണ്ടി ഈ ക്ലിപ്പ് പോകാൻ ഇപ്പം പുറത്ത് കിട്ടും. അത് നെറ്റിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോൾ ആളുകൾ ചോദിച്ചാൽ എന്താ പ്രഭ്യത, ഇപ്പം കണ്ടോ ഇതും പറഞ്ഞു ഞായറാത്ത് ശിർക്കില്ല എന്നാ പറയണത്. അപ്പോഴേക്ക് നമ്മളെ കോഴിച്ചെന്ന് മുങ്ങിയ മടവൂരി നാസസുല്ലമി മൂപ്പരംഗത്തിറങ്ങി. മൂപ്പരൊന്ന് നിന്നിനു. രണ്ടാമതിറങ്ങി ചില സ്ഥലത്ത് നോട്ടീസ്. വിഷയം എന്താ? ഞായറാത്തിൽ ശിർക്കില്ലെന്നോ എന്താ മൂപ്പര വിഷയം തന്നെ. ഇത് 2-3 സ്ഥലത്ത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങളൊക്കെ പടറങ്ങി. ആഹാ ആരടാ ശിർക്കില്ല അത് പറഞ്ഞത്, എന്നാ ഓനത് കാണണല്ലോ എന്നിപ്പോൾ ഞങ്ങളൊക്കെ പടറങ്ങി. ഇപ്പം പിന്നെ മൂപ്പരെ കാണാനില്ല. അല്ലാതെ ഇവിടെ ഞായറാഴ്ചത്തെ വിഷയത്തിൽ ഒരു തർക്കവും ആർക്കില്ല, അതൊന്നും ആശയക്കുഴപ്പമില്ല. അതൊക്കെ ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോരയല്ലോ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ തത്വമേ അതിലൊക്കെയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബിലേക്ക് മാത്രം പോകേണ്ടുന്ന ഇസ്തിഗാസ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ ഇസ്തിഗാസ ഒരൊറ്റപ്പടപ്പിലേക്കും പോകാൻ പാടില്ല. അത് ജിന്നായാലും ശരി, മലക്കായാലും ശരി, മനുഷ്യനായാലും ശരി, മരിച്ചോലോ ജീവിച്ചിരിപ്പുള്ളവരോ ആരാണെങ്കിലും ശരി, ഒരു പടപ്പിലേക്കും വഴിതിരിച്ചു വിടാൻ പാടില്ല. ശുദ്ധമായ ശിർക്കാണ്, ഒരു സംശയമില്ല. അല്ലാത്ത ഇസ്തിഗാസ മനുഷ്യന്മാരെ പരസ്പരം നിർവഹിക്കാൻ അനുവദിക്കപ്പെട്ട, തമ്മിൽ ചോദിക്കാവുന്ന, നമ്മൾ പരസ്പരം ചോദിക്കുന്ന ഭൗതികമായ ചോദ്യങ്ങൾ, സഹായങ്ങൾ, അത് മനുഷ്യരോടാവാം, അനുവദിക്കപ്പെട്ട വഴികളിലൂടെയാവാം. എന്നാൽ ജിന്നിനോട് അതും പാടില്ല. ജിന്നിനോട് അതും പാടില്ല. അതും ഹറാമാണ്, അതും കുറ്റകരമാണ്, അതും നരകത്തിലേക്ക് എത്തിപ്പെടാവുന്ന പാപമാണ്, അത് ശിർക്കിലേക്ക് എത്തുന്നതാണ്. അതാണ് വസിയത്തു ശിർക്ക് എന്നുള്ളത്. ശിർക്കിലേക്ക് എത്തുന്നത്. ഇപ്പൊ ശിർക്കല്ലെങ്കിലും അത് ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കും നമ്മളെ. അതുകൊണ്ട് ആ ചോദ്യങ്ങൾ പോലും ജിന്നിനോട് ചോദിക്കാൻ പാടില്ല. അല്ലാത്ത ചോദ്യമോ
ചോദിച്ചാൽ ശിർക്കായി. ഇതാണെങ്കിലോ ശിർക്കിലേക്ക് എത്തിക്കും, അത് ഹറാമാണ്. ആ ചോദ്യവും പാടില്ല. ഇൻസിനോട് ചോദിക്കാവുന്ന ചോദ്യം അതുപോലും ജിന്നിനോട് ചോദിച്ചുകൂടാ, മലക്കിനോട് ചോദിച്ചുകൂടാ. അതെല്ലാം നമ്മെ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന മാർഗമാണ് എന്ന് കൂടി നാം തിരിച്ചറിയുക. നമുക്കൊരു ജിന്നും വേണ്ട തേടപ്പെടാൻ, നമുക്കൊരു മലക്കും വേണ്ട സഹായം അർത്ഥിക്കാൻ, നമുക്കൊരു നബിയും വേണ്ട സഹായം തേടാൻ, ഒരു മരിച്ചവനും വേണ്ട സഹായം തേടാൻ. നമ്മുടെ സഹായാർത്ഥന, നമ്മുടെ പ്രാർത്ഥന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ് നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. അത് ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്കാവണം. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ.